ദേഷ്യത്തെ പെട്ടെന്ന് പിടിച്ചു കെട്ടാനുള്ള ഒരു ഉഗ്രൻ ട്രിക്ക് പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ പലരും കമന്റിൽ ചോദിക്കുക ആ സമയത്ത് ഇതൊക്കെ ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ തിങ്കിങ് ബ്രെയിനിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ ഇമോഷൻ ബ്രെയിൻ, ആക്ഷൻ ബ്രെയിനാണ് കൂടുതൽ പ്രവർത്തിക്കുക. നിങ്ങൾ എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ആളല്ല. നിങ്ങൾ ആളും തരവും മുഖവും ഒക്കെ നോക്കിയിട്ടാണ് ദേഷ്യപ്പെടാറുള്ളത്. തന്റെ മുന്നിലുള്ള ആളിലുള്ള അധികാരം, അവരുള്ള സ്വാതന്ത്ര്യം, ആ സമയത്തുള്ള ഈഗോ, ഇതാണ് ദേഷ്യത്തിന് കാരണമാകാറുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരോടും ദേഷ്യപ്പെടാത്തത്. നിങ്ങൾ ദേഷ്യം വരുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് തീരുമാനമെടുക്കുക. എന്നിട്ട് ആ സിറ്റുവേഷനിൽ നിന്നും മാറി നിൽക്കുക. അതിനുശേഷം നിങ്ങളൊരു 5 തവണ ബ്രേത്ത് എടുത്ത് പുറത്തേക്ക് വിടുക. 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പതിയെ പുറത്തേക്ക് വിടുക. എന്നിട്ട് നിങ്ങൾ 50 നിന്ന് 1ലേക്ക് റിവേഴ്സ് എണ്ണുക. എന്നിട്ടും ദേഷ്യം മാറുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയിട്ട് മുഖം കഴുകുക. അതിനുശേഷവും മാറിയിട്ടില്ല എങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നോളൂ. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള അഡ്രിനാൽ, നോർ അഡ്രിനാൽ, കോർട്ടിസോൾ ഹോർമോണുകളൊക്കെ നിങ്ങളിൽ നിന്നും കൺട്രോൾ ചെയ്യപ്പെടും. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ലെവൽ അത് കൺട്രോൾ ചെയ്യപ്പെടും. നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരും. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളിലുള്ള ദേഷ്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നിങ്ങളുടെ തിങ്കിങ് ബ്രെയിൻ ആക്ഷൻ എടുത്തു കഴിഞ്ഞിരിക്കും. തിങ്കിങ് ബ്രെയിൻ ഓൺ ആയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ആ ദേഷ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്കത് സഹായമാകും. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് എഴുതി വെക്കുക. ആ സമയത്ത് നിങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു പെരുമാറിയിരുന്നത് എന്ന്. ഇതേ സാഹചര്യം വരുമ്പം നിങ്ങൾക്കതിനെ മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ അത് സഹായിക്കും.